ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സോളിഡ് എന്താണ്, എന്തുകൊണ്ടാണ് സോളിഡിന് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നത്, അതുപോലെ സോളിഡ് എത്ര തരത്തിലുണ്ട്, അതിൽ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുകയാണ്. അതിന് മുമ്പായി പറയാനുള്ളത്, ഓരോ ക്ലാസ്സിലെയും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അതിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നോട്ട്സ് എഴുതിയെടുക്കേണ്ടതാണ്. അത് പിറ്റേന്ന് തന്നെ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യേണ്ടതാണ്. നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം. 2 ടേംസ് നമ്മൾ പഠിക്കുകയാണ്. സോളിഡ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ടേംസ്. ഇനി നമ്മൾ ഈ ഒരു വാക്കുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിരിക്കണം. ഒന്നാമതായിട്ട് സ്പേസ് ലാറ്റിസ്. എന്താണ് സ്പേസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ? റെഗുലർ 3-dimensional arrangement of points in space is called a space lattice. അതായത് 3-dimensional സ്പേസിലുള്ള ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറിനെയാണ്, ആ അറേഞ്ച്മെൻറ്റിനെയാണ് സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ റുബിക്സ് ക്യൂബ് എന്ന് പറയുന്ന ഒരു നമ്മൾ സാധാരണ മാച്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ക്യൂബ് ഉണ്ടല്ലോ, അത് ഒരു 3-dimensional സ്ട്രക്ചറാണ്. അതിൽ ഓരോ ക്യൂബിനും അനുസരിച്ചിട്ട് കുറേ എണ്ണം ചെറിയ ചെറിയ ക്യൂബുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായ ഒരു 3-dimensional സ്ട്രക്ചറാണത്. അതിനെയാണ് സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. അതേസമയം ആ ഒരു ക്യൂബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കുറേ ചെറിയ ചെറിയ ക്യൂബുകളുണ്ട്. ഇങ്ങനെയുള്ള ക്യൂബുകൾ ഒന്നിനുമേൽ ഒന്ന് വെച്ചിട്ടാണ് അത് എല്ലാ ദിശയിലേക്കും, അതായത് ഓരോ ക്യൂബും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരുവശത്തും കാണാം, മുകളിലേക്ക് കാണാം, അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്കും കാണാം. ഇങ്ങനെ 3-dimensionally XYZ ഡിറക്ഷനുകളിൽ ഈ ഓരോ ചെറിയ ചെറിയ ക്യൂബുകൾ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പേസ് ലാറ്റിസ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്പേസ് ലാറ്റിസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്മോളസ്റ്റ് പോർഷൻ, ആ ചെറിയ ഒരു ക്യൂബ്, ആ ക്യൂബിനെയാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. സോ യൂണിറ്റ് സെൽ ഈസ് ദ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് which when repeated in different directions generates the entire lattice. ഈ ഒരു ക്യൂബ്, ഒരു സ്പേസ് ലാറ്റിസ് ശ്രദ്ധിക്കുക. ഇവിടെ ഓരോ പാർട്ടിക്കിൾസ് ആണ് ഈ പച്ച നിറത്തിലുള്ള പോയിന്റ്സ് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ഓരോ ക്രിസ്റ്റൽ പാർട്ടിക്കിളാണ്. അപ്പോൾ ഇവ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു 3-dimensional സ്ട്രക്ചർ കിട്ടുന്നു. അതാണ് ഇവിടുത്തെ സ്പേസ് ലാറ്റിസ്. ഈ സ്പേസ് ലാറ്റിസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലുള്ള ചെറിയ ചെറിയ കുറേ എണ്ണം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ്. അത് എല്ലാ ദിശകളിലേക്കും റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ സ്പേസ് ലാറ്റിസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു യൂണിറ്റ് സെല്ലാണ്. സോ യൂണിറ്റ് സെൽ ഇസ് ദ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് which when repeated in all directions generate the entire lattice. ഇനി നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രിസ്റ്റൽ ലാറ്റിസിൽ ഒരു 3-dimensional സ്ട്രക്ചർ ആണെന്ന് നമുക്കറിയാലോ. അവിടെ കുറേ പോയിന്റ്സ് കാണാം നമുക്ക്. ഇതിനാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്നും പറയും. ഇവിടെയാണ് ഓരോ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Each point in a crystal lattice is represent one constituent particle. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അത് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ അയോൺ ആവാം. അതുപോലെ ഈ ലാറ്റിസ് പോയിന്റുകളെയൊക്കെ സ്ട്രൈറ്റ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്തിരിക്കും ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത്. ഇനി എന്തൊക്കെയാണ് ഒരു യൂണിറ്റ് സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒരു യൂണിറ്റ് സെൽ നമുക്കറിയാം, അതിന് 3 എഡ്ജസ് ആണ് നമ്മൾ സാധാരണ കൊടുക്കുക. ഒന്ന് A, B, C. A ഇവിടെ ഉണ്ട്, B ഉണ്ട്, അതുപോലെ C. ഇങ്ങനെ 3 വശങ്ങളാണ് ഒരു യൂണിറ്റ് സെല്ലിന് ഉണ്ടാവുക. ഇനി
ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ മറ്റ് ഗുണങ്ങൾ പറയാറുള്ളത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയാറുള്ളത് ഈ മൂന്ന് വശങ്ങൾ തമ്മിലുള്ള ആംഗിളുകൾ വെച്ചുകൊണ്ടാണ്. അതായത് ബിക്കും സിക്കും ഇടയിലുള്ളതാണ് ആൽഫ, ആംഗിൾ ആൽഫ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ എക്കും സിക്കും ഇടയിലുള്ളത് ബീറ്റ ആണ് ആംഗിൾ. അതുപോലെ എക്കും ബിക്കും ഇടയിലുള്ളതിനെ ഗാമ എന്ന് പറയും. സോ ആൽഫ, ബീറ്റ, ഗാമ ഈ മൂന്ന് ആംഗിളുകളും എ ബി സി ഈ മൂന്ന് വശങ്ങളുമാണ് ഒരു യൂണിറ്റ് സെല്ലിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് യൂണിറ്റ് സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറയാറുള്ളത്, എത്ര തരം യൂണിറ്റ് സെല്ലുണ്ട്, ഏതൊക്കെയാണവ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ 6 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. എ ബി സി വശങ്ങളാണ്, ആൽഫ ബീറ്റ ഗാമ അതിൻ്റെ ആംഗിളുകളാണ്, ഓരോ വശങ്ങൾക്കും ഇടയിലുള്ള ആംഗിളുകളാണ്. ഇനി നമുക്ക് യൂണിറ്റ് സെല്ലുകളെ രണ്ടായി തരംതിരിക്കാം, പ്രിമിറ്റീവ് ആൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽസ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകളുണ്ട്, സെന്റേർഡ് യൂണിറ്റ് സെല്ലുകളുണ്ട്. അതിലെന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് നമുക്ക് ഓരോ യൂണിറ്റ് സെല്ലിന്റെ എല്ലാ പാർട്ടിക്കിളും കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ഒക്കെ അതിൻ്റെ കോർണേഴ്സിലാണെങ്കിൽ, നോക്കുക ഒരു ക്യൂബിന് എത്ര കോർണേഴ്സ് ഉണ്ടാകും? 8 കോർണേഴ്സ് ഉണ്ടാവുക. അപ്പം 8 കോർണറുകളിലായിട്ട് 8 പാർട്ടിക്കിളുള്ള തരം അങ്ങനെയാണ് അറേഞ്ച്മെന്റ് എങ്കിൽ, when the constituent particles are present only on the corners or corner position of a unit cell, it is called a primitive unit cell. ഓക്കെ, ഇത് പലതരത്തിലുള്ള പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകളാണ്. ഇതൊന്നും എല്ലാം നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ തന്നെ അറിയാം, ഇത് ഒരുപോലെ അല്ല. ഇതിൽ ആൽഫ ബീറ്റ ഗാമ അതുപോലെ എ ബി സി ഇവ തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇവ പലതരത്തിലായിട്ട് മാറുന്നത്. അപ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സെല്ലിന്റെ എല്ലാ മൂലകളിലും ഓരോ പാർട്ടിക്കിൾ വീതം ഉള്ളപ്പോഴുണ്ടാകുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, ഇനി വരാനുള്ളത് സെന്റേർഡ് യൂണിറ്റ് സെൽസ് ആണ്. സെന്റേർഡ് യൂണിറ്റ് സെല്ലുകളിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകൾ ഉണ്ടായിരിക്കും. അതായത് 8 മൂലകളിലും ഓരോ പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അതിന് പുറമെയാണ് സെന്റേർഡ് യൂണിറ്റ് സെല്ലുകളിൽ സെന്ററുകളിലായിട്ട് ചില പാർട്ടിക്കിൾ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് സെന്റേർഡ് യൂണിറ്റ് സെൽ ഏതൊക്കെയാണെന്ന് നോക്കാം. സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോർണറിലുള്ള പാർട്ടിക്കിൾസിന് പുറമെ ചില സെന്റർ പോർഷനുകളിൽ ചില പാർട്ടിക്കിൾസ് കൂടി വരുന്നു. അത് 3 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്താണ്? BCC എന്നാണ് ഇത് പറയാം. BCC ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ്. അപ്പോൾ BCC സ്ട്രക്ചറിൽ ശ്രദ്ധിക്കുക, ഈ നീല നിറത്തിൽ കൊടുത്തിരിക്കുന്നത് 8 പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുള്ള 8 പാർട്ടിക്കിൾസ് ആണ്. അതിനു പുറമെ ഈ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിലായിട്ട് ഒരു പാർട്ടിക്കിൾ കൂടിയുണ്ട്. ആണ് ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നത്. യൂണിറ്റ് സെല്ലിന്റെ സെന്ററിലാണ് ഇത്, ഏതെങ്കിലും ഒരു വശത്തല്ല, അതിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു പാർട്ടിക്കിൾ കൂടിയുണ്ട്. അതിനാണ് ബോഡി സെന്റർ, BCC സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. അടുത്തത് FCC സ്ട്രക്ചർ ആണ്. FCC എന്ന് പറഞ്ഞാൽ ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ്. എന്താണ് ഫേസ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ? ഒരു ക്യൂബിന് നമുക്കറിയാം 6 ഫേസുകൾ ഉണ്ടാകും, 6 മുഖങ്ങൾ ഉണ്ടാകും. ഈ 6 മുഖങ്ങളിലും ഓരോ പാർട്ടിക്കിൾ വീതം വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. നോക്കുക, അപ്പോൾ ഈ ഒരു ഫേസ്, ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഫേസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ 4 പാർട്ടിക്കിൾസിനെ ഉൾപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ഫേസ്, അപ്പർ ഫേസ് ആണ് ഇതിൻ്റെ. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതാ ഈ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അതുപോലെ ഈ ഒരു ഫേസിൻ്റെ, നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ സെൻറ്ററിലുള്ളതാണ് ഈ ഒരു പാർട്ടിക്കിൾ. ഈ ഭാഗത്തിൻ്റെ, ഈ ഒരു ഫേസിൻ്റെ സെൻറ്ററിലുള്ളതാണ് ഈ പാർട്ടിക്കിൾ. ഈ ഭാഗത്തിൻ്റെ സെൻറ്ററിലുള്ളതാണ് ഈ പാർട്ടിക്കിൾ. നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗത്തിൻ്റെ സെൻറ്ററാണ് ഇത്. അതുപോലെ അടിഭാഗത്ത്, താഴെ ഭാഗത്തുള്ള
ഫേസിൻ്റെ സെൻറ്ററിലാണ് ഈ പാർട്ടിക്കിൾ. അങ്ങനെ 6 പാർട്ടിക്കിൾ ഉണ്ടാകും. 6 പാർട്ടിക്കിളാണ് ഓരോ ഫേസ്. കാരണം 6 ഫേസുകളുണ്ട്. അപ്പോൾ 6 ഫേസിലുമായി 6 പാർട്ടിക്കിൾസ് ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ 8 മൂലകളിലും ഓരോ പാർട്ടിക്കിളും ഉണ്ട്. അത് അവിടെ തന്നെ ഉണ്ട്. അതിന് പുറമെയാണ് 6 ഫേസുകളിലും ഓരോ പാർട്ടിക്കിൾ ഉണ്ടാകുന്നത്. ദെൻ എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, ECC എന്നാണ് ഇത് പറയുക. ECC സ്ട്രക്ചറിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിലുള്ള 8 പാർട്ടിക്കിൾസ് അവിടെ തന്നെ ഉണ്ട്, 8 മൂലകളിലായിട്ടുണ്ട്. അതിനു പുറമെ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസുകളിൽ, ഒന്നുകിൽ ഇവിടെയും ഇവിടെ, ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മുകളിലും താഴെയുമായിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെയും ഇവിടെയുമായിട്ടാവാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ 2 ഫേസിലും ആവാം. അപ്പോൾ ഇവിടെ ഇപ്പം ഈ അപ്പർ ഫേസിൽ ഒരു പാർട്ടിക്കിൾ, അതുപോലെ ലോവർ ഫേസിലും ഒരു പാർട്ടിക്കിൾ. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഫേസുകളിൽ ഓരോ പാർട്ടിക്കിൾ വീതം വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ECC എന്ന് പറയുന്നത്. സോ BCC, FCC ആൻഡ് ECC. അങ്ങനെ 3 തരത്തിലുള്ള സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലുകളുണ്ട്. ഇനി പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്താണ്? 8 മൂലകളിലും ഓരോ പാർട്ടിക്കിൾ വീതമുള്ള പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകൾ 7 തരത്തിലുണ്ട്. 7 ടൈപ്സ് ഓഫ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കഴിയുന്നവർ മാത്രം ഇത് കൂടുതലായിട്ട് പഠിച്ചാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഏതായാലും ഈ 7 സ്ട്രക്ചറുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാം. ഇവിടെ ഉള്ളത്, ഇപ്പോൾ ഒന്നാമത്തത് ക്യൂബിക് സ്ട്രക്ചറിൽ A is equal to B is equal to C, അത് എല്ലാ വശങ്ങളും തുല്യമാണ്. അതേസമയം ആൽഫ is equal to ബീറ്റ is equal to ഗാമ is equal to 90 ഡിഗ്രി. എല്ലാ ആംഗിളുകളും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ക്യൂബാണിത്. ക്യൂബിക് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ക്യൂബാണ്. ശരി, രണ്ടാമത്തത് ടെട്രഹെഡ്രൽ ആണ്. ടെട്രഹെഡ്രൽ എന്ന് പറഞ്ഞാൽ അവിടെ വ്യത്യാസം നോക്കുക. A is equal to B ആണ്, 2 വശങ്ങൾ തുല്യമാണ്, പക്ഷേ C, മൂന്നാമത്തെ വശം തുല്യമല്ല. A is equal to B not equal to C ആണ്. 2 വശങ്ങൾ തുല്യമാണ്, പക്ഷെ മൂന്നാമത്തത് മറ്റൊരു സൈസാണ്. അതേസമയം ആൽഫ, ബീറ്റ, ഗാമ ഇതൊക്കെ 90 ഡിഗ്രിയാണ്. ഇതിപ്പോൾ നമ്മളെ കയ്യിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു ബോക്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ബോക്സ് ഒന്ന് മനസ്സിൽ കാണാം. അതെങ്ങനെ ഉണ്ടാവും? അതിൻ്റെ ഒരു ഫേസ്, നമ്മളെ എൻഡുകളായിട്ടുള്ള 2 അറ്റങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അത് സ്ക്വയർ ആയിരിക്കും. അത് ആ 2 വശങ്ങൾ തുല്യമാണ്. അതേസമയം നീളം കുറേ നീളത്തിലുണ്ടാവും, അല്ലേ? നീളം കൂടുതലുണ്ടാവും. അപ്പോൾ 2 വശങ്ങൾ തുല്യമാണ്, അതേസമയം ഒരു വശം, മൂന്നാമത്തെ വശം കുറച്ച് അധികം നീളം ഉണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് ടെട്രഹെഡ്രൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ഓർത്തോറോംബിക് യൂണിറ്റ് സെല്ലിൽ അതിൻ്റെ ഡയമെൻഷൻ ശ്രദ്ധിക്കുക. A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C ആണ്. 3 വശങ്ങളും തുല്യമല്ല. അതേസമയം ആൽഫ, ബീറ്റ, ഗാമ 90 ഡിഗ്രിയാണ്. എല്ലാ ആംഗിളുകളും 90 ഡിഗ്രിയാണ്, പക്ഷേ ഒരു വശവും തുല്യമല്ല. ഒരു മാച്ച് ബോക്സ്, ഒരു തീപ്പെട്ടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഓർത്തോറോംബിക് സ്ട്രക്ചറിന് ഉദാഹരണമാണ്. കാരണം അവിടെ നീളവും വീതിയും ഉയരവും 3ഉം വ്യത്യസ്തമായിരിക്കും ഉണ്ടാവുക. അതേസമയം ആംഗിളുകളൊക്കെ 90 ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവുക. ഇനി അങ്ങോട്ട് വരുന്തോറും ഈ 3 നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. ഇനി ഉള്ള 4 സ്ട്രക്ചേഴ്സ് പറയുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ കൂടും. അതായത് മോണോക്ലിനിക് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ എയും ബിയും സിയും ഈക്വൽ അല്ല. അതേസമയം ആംഗിളുകളിൽ 2 എണ്ണം 90 ഡിഗ്രിയാണ്, ഒരെണ്ണം അതായത് ഗാമ 90 ഡിഗ്രി അല്ല. അപ്പം കോംപ്ലിക്കേഷൻ കുറച്ചുകൂടി കൂടുകയാണ്. സ്ട്രക്ചർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പ്രയാസം ഉണ്ടാകും. എന്നാലും ഇങ്ങനെ ഓർക്കുക, A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C ആണ്. പക്ഷേ എല്ലാം വ്യത്യസ്തമാണ്, സൈഡുകളൊക്കെ വ്യത്യസ്തമാണ്. പക്ഷെ ആംഗിളുകൾ ഒരെണ്ണം ഒഴിച്ച് ബാക്കി രണ്ടും 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഹെക്സഗണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ റെഡ് കളറിൽ സൂചിപ്പിക്കുന്നതാണ് ഹെക്സഗണൽ. ഇത് ആ പേര് വരാനുള്ള കാരണം ഇതൊരു ഹെക്സഗണിന്റെ ഒരു ഭാഗമാണ്. ഒരു ഹെക്സഗണിന്റെ ഭാഗമായിട്ട് ഒരു 3 ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചേഴ്സ് കൂടിയതാണ് ഒരു ഹെക്സഗൺ. അപ്പോൾ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഇവിടുത്തെ ഹെക്സഗണൽ യൂണിറ്റ് സെല്ല്.
ഇതിൽ എ ഈസ് ഈക്വൽ ടു ബി, രണ്ട് വശങ്ങൾ തുല്യമാണ്, പക്ഷെ മൂന്നാമത്തത് അത് ഹൈറ്റ് അധികമാണ്, സി കൂടുതലാണ്. എയും ബിയും തുല്യമാണ്, പക്ഷെ ഹൈറ്റ് കൂടുതലാണ്. ആംഗിളുകൾ ആൽഫയും ബീറ്റയും 90 ഡിഗ്രിയാണ്, പക്ഷെ ഗാമ ഈ ആംഗിളാണ്, അത് 120 ഡിഗ്രിയാണ്. ഗാമ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ കൂടുകയാണ് ഇനി അങ്ങോട്ട് പോകുന്നതോറും. ഇനി റോംബോഹെഡ്രൽ എന്ന് പറയുന്ന യൂണിറ്റ് സെൽ, ഇവിടെ എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു സി, വശങ്ങളൊക്കെ തുല്യമാണ്, മൂന്ന് വശങ്ങളും തുല്യമാണ്, പക്ഷേ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ, ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ആൽഫ ബീറ്റ ഗാമ ഒക്കെ തുല്യമാണ്, പക്ഷേ അവ 90 ഡിഗ്രി അല്ല. ഏകദേശം നമുക്ക് നോക്കാം. ഈ ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിനോട് സാമ്യമുള്ള ഒരു സ്ട്രക്ചറാണിത്. ഒരു ക്യൂബിന്, അങ്ങനത്തെ ഒരു പെട്ടി ഒന്ന് മനസ്സിൽ കാണുക, അതിന് നമ്മളൊരു പ്രഷർ കൊടുത്തിട്ട് ഒന്ന് ചതിക്കിയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ മുകളിൽ നിന്ന് ഒന്ന് അമർത്തുക അങ്ങനത്തെ ഒരു ക്യൂബിനെ, അപ്പോൾ അത് ഒന്ന് ഫ്ലാറ്റൻ ആവുമല്ലോ. ആ ഒരു സ്ട്രക്ചറാണ് ഏകദേശം റോംബോഹെഡ്രൽ സ്ട്രക്ചർ. ട്രൈക്ലിനിക് കുറേയും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ബീറ്റ ഗാമ ഇതൊന്നും 90 ഡിഗ്രിയുമല്ല. അത് ആംഗിളുകളും ഡിസ്റ്റൻസും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ട്രൈക്ലിനിക് സ്ട്രക്ചർ എന്നത്. ഈ 7 എണ്ണമാണ് 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകൾ. ഈ 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകൾക്ക് പുറമെ ഇവയിലൊക്കെ സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലുകളും വരാം. അപ്പോൾ ക്യൂബിക് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഉണ്ടാവും, അതിൻ്റെ കൂടെ ചിലപ്പോൾ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കും കൂടി വരാം. അപ്പം അങ്ങനെ ഇവയിലൊക്കെ വരുന്ന സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആകെ 14 തരം യൂണിറ്റ് സെല്ലുകളുണ്ട്. ഇതിനാണ് 14 ബ്രവേസ് ലാറ്റിസസ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം അവയുടെ സ്ട്രക്ചർ എന്താണെന്നുള്ളത്. 14 ബ്രവേസ് ലാറ്റിസസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്യൂബിക് ലാറ്റിസ് 3 എണ്ണം ഉണ്ട്. ഒന്ന് പ്രിമിറ്റീവ്, നമ്മൾ നേരത്തെ കണ്ടു, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, എല്ലാ കോർണേഴ്സിലും ഓരോ പാർട്ടിക്കിൾ വീതമുള്ള പ്രിമിറ്റീവ് സെല്ലാണ്, യൂണിറ്റ് സെല്ലാണിത്. ക്യൂബിക് ആണ്, അതായത് എല്ലാ വശങ്ങളും തുല്യമാണ്, പെർഫെക്റ്റ് ക്യൂബാണ്. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ കൂടി വരുമ്പോൾ ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കായി. ഇനി അതിൻ്റെ എല്ലാ ഫേസുകളിലും ഓരോ പാർട്ടിക്കിൾ കൂടി വരുമ്പോൾ അത് ഫേസ് സെൻറ്റേർഡായി. അങ്ങനെ 3 ക്യൂബിക് ലാറ്റിസസ് ഉണ്ട്. ഇനി ടെട്രഹെഡ്രൽ 2 തരത്തിലുണ്ട്. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, 8 മൂലയിലും ഓരോ പാർട്ടിക്കിൾ വീതം, കൂടാതെ ഒരു ബോഡി സെൻറ്റേർഡ്, അതായത് ബോഡി സെൻറ്ററിൽ ഒരു പാർട്ടിക്കിളുള്ള സ്ട്രക്ചർ. മൂന്നാമത്തത് മോണോക്ലിനിക് സ്ട്രക്ചർ. മോണോക്ലിനിക് 2 തരത്തിലുണ്ട്. ഒന്ന് പ്രിമിറ്റീവ് ആണ്, രണ്ടാമത്തത് ECC സ്ട്രക്ചർ ആണ്, എൻഡ് സെൻറ്റേർഡ് ആണ്. അതായത് 2 എൻഡുകളിൽ ഓരോ പാർട്ടിക്കിൾ വീതമുള്ള സ്ട്രക്ചറാണ് മോണോക്ലിനിക്കിൽ വരുന്ന സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഓർത്തോറോംബിക് സ്ട്രക്ചറിൽ 4 തരത്തിലുള്ളതും വരുന്നുണ്ട്. അതായത് പ്രിമിറ്റീവും 3 സെൻറ്റേർഡ് സ്ട്രക്ചേഴ്സും വരുന്നുണ്ട് ഓർത്തോറോംബിക്കിൽ. ഇത് പ്രിമിറ്റീവ് ആണ്, ഇത് എൻഡ് സെൻറ്റേർഡ് ആണ്. മൂന്നാമത്തത് ബോഡി സെൻറ്റേർഡ് ആണ്, ബോഡി സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ. നാലാമത്തത് എല്ലാ ഫേസുകളിലും ഓരോ പാർട്ടിക്കിൾ. അങ്ങനെ 4 ഓർത്തോറോംബിക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അഞ്ചാമത് വരുന്ന ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. റോംബോഹെഡ്രൽ ക്ലോസ് പാക്കിങ്ങിലും അതുപോലെ ട്രൈക്ലിനിക്കിലും ഈ 3 എണ്ണത്തിലും ഓരോ സ്ട്രക്ചർ മാത്രമേ, അതിൻ്റെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ 3ഉം 4ഉം 7ഉം 2ഉം 9ഉം 2ഉം 11ഉം 3ഉം 14 ബ്രവേസ് ലാറ്റിസസ് ആണ് ആകെ ഉള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓരോ തരം യൂണിറ്റ് സെല്ലുകളിലും ഉള്ള പാർട്ടിക്കിളുകളുടെ എണ്ണമാണ്. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. നോക്കാം, ഇതൊരു പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണിത്. അതിൻ്റെ
ഒരു സ്പേസ് ഫില്ലിംഗ് റെപ്രസെൻറ്റേഷൻ ആണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ നടുവിലുള്ള ഈ ബോണ്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. യഥാർത്ഥത്തിൽ അവ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിനൊരു ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ക്യൂബ് നമ്മൾ ഇതുവരെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആ ക്യൂബാണ് ഇവിടെ. അതായത് ഈ ഓരോ പാർട്ടിക്കിളും മുഴുവനായും ആ യൂണിറ്റ് സെല്ലിൽ ഉൾപ്പെടുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ യൂണിറ്റ് സെല്ലിൽ വരുന്നുള്ളൂ എന്നർത്ഥം. സോ ആക്ച്വൽ പോർഷൻസ് ഓഫ് ഡിഫറെന്റ് ആറ്റംസ് പ്രസന്റ് ഇൻ എ ക്യൂബിക് യൂണിറ്റ് സെൽ, അതാണ് ഈ ഒരു ചിത്രം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? നമുക്കറിയാം 8 മൂലയിലായിട്ട് 8 പാർട്ടിക്കിൾ ഉണ്ട്. പക്ഷേ ആ പാർട്ടിക്കിൾ മുഴുവനായും ആ യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. എത്രയേ ഉള്ളൂ? ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ 8 എണ്ണത്തിൻ്റെതും ഉണ്ട്. മുകളിൽ 4 എണ്ണം ഉണ്ട്, അതുപോലെ താഴെയും 4 എണ്ണം ഉണ്ട്. ഇത് എത്ര ഭാഗം ഉണ്ടാകും? ഒരു പാർട്ടിക്കിളിന്റെ, അതായത് ഒരു സ്ഫിയർ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു പാർട്ടിക്കിളാണ്. ഈ ഒരു പാർട്ടിക്കിളിന്റെ എത്ര ഭാഗമാണ് ഇത്? നോക്കുക, ഒരു ആപ്പിളോ ഓറഞ്ചോ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കാണാം. നമ്മൾ നേർ പകുതിയായിട്ട് മുറിച്ചു. അപ്പൊ നമുക്കറിയാം 2 ഹെമിസ്ഫിയേഴ്സ് ആ കിട്ടുക അല്ലേ? അതിനെ വീണ്ടും നമ്മൾ ഒരു പകുതിയായി മുറിച്ചു. അപ്പൊ 4 എണ്ണം കിട്ടും മൊത്തം. ആദ്യത്തത് നടുവ് മുറിച്ചപ്പോൾ 2 എണ്ണമായി, അതിനെ വീണ്ടും നമ്മൾ മുറിച്ചു, 4 എണ്ണമായി. അതാണോ ഇത്? അല്ല, അതുമല്ല. ഇനി അതിനെ നേർ പകുതിയായി വിലങ്ങനെ മുറിച്ചു. ഇതുവരെ നമ്മൾ മുകളിൽ നിന്നാണ് മുറിച്ചത്, 4 പോർഷനായിട്ട് മുറിച്ചത്. ഇനി ആ 4 കഷ്ണങ്ങളെയും നമ്മൾ വിലങ്ങനെ നടുവിലൂടെ മുറിച്ചു. അപ്പൊ കിട്ടുന്ന ഒരു ഭാഗമല്ലേ ഇത്? ഈ ഒരു പോർഷൻ, ഈ ഒരു സ്ട്രക്ചർ അല്ലേ അതിനുണ്ടാവുക, ഈ ഷേപ്പ് അല്ലേ ഉണ്ടാവുക? അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എന്ന് പറയാം, നമ്മളെ കയ്യിൽ ഇപ്പൊ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും മൊത്തം? ആദ്യത്തെ മുറിക്കലിൽ 2 കഷ്ണമായി, പിന്നെ അത് വിലങ്ങനെ വീണ്ടും നമ്മൾ മുറിച്ചപ്പം 4 കഷ്ണങ്ങളായി. വിലങ്ങനെ മുറിച്ചു കഴിഞ്ഞപ്പോൾ ആ 4ഉം 2 എണ്ണം വീതമായി, അതായത് 8 എണ്ണമായി. 8 കഷ്ണങ്ങളായി നമ്മളെ കയ്യിൽ. ആ 8ൽ ഒരു കഷ്ണമാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഓരോ മൂലയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ ഒരു കോർണറിലുള്ളത് 1/8 ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. ആ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിളിന്റെ 1/8 ആണ്, 8ൽ ഒരു ഭാഗമാണ് ഒരു മൂലയിലുള്ളത്. നമ്മൾ ഇവിടെ ഒരു പാർട്ടിക്കിളിനെ കാണിക്കുന്നുണ്ടെങ്കിലും അതിന്റെ 8ൽ 1 മാത്രമേ ഇതിന്റെ ഉള്ളിലേക്കുള്ളൂ, ബാക്കി ഭാഗങ്ങളൊക്കെ പുറത്താണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലില് എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും ആകെ? അതായത് 8 മൂലയിലുമായിട്ട് 1/8 വീതം അല്ലേ? 1/8 ഭാഗമാണ് ഉള്ളത്. അങ്ങനെ 8 മൂലകളുണ്ട്. അപ്പൊ ആകെ ഒരാറ്റമാണ് ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലില് ഉള്ളത്. അതായത് ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിളാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് അടുത്ത സ്ട്രക്ചർ, അതായത് BCC സ്ട്രക്ചർ, ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ഇതിലുള്ള പാർട്ടിക്കിളിന്റെ എണ്ണം ഒന്ന് നോക്കാം. ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സിമ്പിൾ ക്യൂബിക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ 8 മൂലയിലുമായിട്ടുള്ള 8 പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പൊ നമുക്കറിയാം അത് 1/8 ഇൻറ്റു 8, 1/8 ഇൻറ്റു 8, 1 ആറ്റം ഓൾറെഡി ഉണ്ട്. പ്ലസ് ഇതിനോട് എന്ത് കൂട്ടണം? ഇനി നമ്മള് സെന്ററിലുള്ള ഒരു പാർട്ടിക്കിൾ. ഈ സെന്റർ പാർട്ടിക്കിൾ പൂർണ്ണമായിട്ടും ഇതിനുള്ളിൽ തന്നെയാണ്, യൂണിറ്റ് സെല്ലിനുള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു പാർട്ടിക്കിളും കൂടി കൂട്ടണം. സോ 1 + 1 എത്രയായിരിക്കും? ആകെ 2 ആറ്റങ്ങളാണ് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവുക. ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ 2 പാർട്ടിക്കിളാണ് ഉണ്ടാവുക. 1/8 ഇൻറ്റു 8, 1 ആറ്റം അറ്റ് ദ കോർണേഴ്സ് ആൻഡ് 1 ആറ്റം അറ്റ് ദ സെന്റർ. ടോട്ടൽ 1 + 1, 2 ആറ്റംസ്. ഇനി FCC സ്ട്രക്ചറിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടാകും എന്ന് നോക്കാം. FCCയിൽ നേരത്തെ പറഞ്ഞ എല്ലാ മൂലയിലുമുള്ള പാർട്ടിക്കിൾ അവിടെ തന്നെ ഉണ്ട്. 8 മൂലയിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അതാണ് 1/8 ഇൻറ്റു 8 = 1 ആറ്റം. ഇത് ഇവിടെ ഉണ്ട്. ഇനി ഇതിനോട് എന്തുകൂടെ കൂട്ടണം? എല്ലാ ഫേസിലുമുള്ള പാർട്ടിക്കിളിനെ കൂട്ടണം. ഇതാണ് ഫേസ്. ഈ ഫേസിലുള്ള പാർട്ടിക്കിളിന്റെ എത്ര ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടെന്ന് നോക്കൂ.
ഓരോ ഫേസിലുമുള്ള ഫേസ് സെൻറ്ററിലുള്ള പാർട്ടിക്കിളിൻ്റെ പകുതിയാണ് ഉള്ളിലേക്ക് വരുന്നത്, ബാക്കി പകുതി മുകളിലാണ്. അത് നമ്മൾ മുറിച്ച് കളയും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ ഫേസ് സെൻറ്ററിലുള്ള പാർട്ടിക്കിളിൻ്റെ 1/2 പോർഷൻ, അതായത് പകുതി ഭാഗം യൂണിറ്റ് സെല്ലിനുള്ളിലോട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ഫേസ് ഉണ്ട്? ഒരു ക്യൂബിന് 6 ഫേസുകളുണ്ട്. സോ 6 ഫേസിലുമായി അര പാർട്ടിക്കിൾ വീതം. അറ്റ് 6 ഫേസസ് 1/2 atoms each. So 1/2 into 6, that is 3 atoms. അങ്ങനെ ആകെ ഒരാറ്റം മൂലകളിലുള്ള പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ ഒരാറ്റവും പ്ലസ് 6 ഫേസുകളിലായി ഹാഫ് പാർട്ടിക്കിൾ വീതമുള്ള 3 ആറ്റങ്ങളും, അങ്ങനെ ആകെ 4 ആറ്റങ്ങൾ. 1 + 3 4 ആറ്റംസ് ആണ് ഒരു ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ആകെ ഉണ്ടാവുക. ഇനി നമുക്ക് അവസാനത്തെ യൂണിറ്റ് സെല്ലിലേക്ക് പോകാം, അതായത് ECC യൂണിറ്റ് സെൽ, എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. നോക്കുക, ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ചുവന്ന പാർട്ടിക്കിൾസ് ഒക്കെ കോർണറിലുള്ളതാണ്. 1/8 × 8 1 ആറ്റം അതവിടെ ഉണ്ട്. പ്ലസ് ഇതിന് പുറമെ എന്താ ഉള്ളത്? അതിൻ്റെ 2 ഫേസുകളിലായി, 2 ഓപ്പോസിറ്റ് ഫേസുകളിലായി ഹാഫ് ദ പാർട്ടിക്കിൾ, അപ്പോൾ ഹാഫ് ഇൻറ്റു 2, അതും ഒരു പാർട്ടിക്കിൾ ആകും മൊത്തത്തിൽ, അല്ലേ? അങ്ങനെ ആകെ 1 + 1 2 ആറ്റങ്ങളാണ് ഉണ്ടാവുക. നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു യൂണിറ്റ് സെല്ല്, പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ല് ഉണ്ടാവുക ഒരു ആറ്റമാണ്. BCC സ്ട്രക്ചറിൽ, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിൽ ഉണ്ടാവുക, യൂണിറ്റ് സെല്ല് ഉണ്ടാവുക 2 ആറ്റങ്ങളാണ്. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല് ഉണ്ടാവുക 4 ആറ്റങ്ങളാണ്. അതുപോലെ എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല് ഉണ്ടാവുക, ക്യൂബിക് യൂണിറ്റ് സെല്ല് ഉണ്ടാവുക 2 ആറ്റങ്ങളാണ്. ഈ എണ്ണം നമുക്ക് ചില പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരും. Z എന്ന അക്ഷരം കൊണ്ടാണ് ഈ എണ്ണത്തെ നമ്മൾ സൂചിപ്പിക്കുക. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ഇസ് റെപ്രസെന്റഡ് ആസ് Z. ഇനി നമുക്ക് ക്ലോസ് പാക്കിങ്ങിലേക്ക് കടക്കാം. ക്രിസ്റ്റലില് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഒരു സോളിഡിനെ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നത്? അതിൽ ചില പ്രത്യേക റെഗുലർ റിപ്പീറ്റിംഗ് ഓർഡർ ഉള്ളതുകൊണ്ടാണ്. പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചില പ്രത്യേക രീതിയിലായതുകൊണ്ടാണ്, റിപ്പീറ്റിംഗ് ഓർഡറിലായതുകൊണ്ടാണ് ഒരു സോളിഡിനെ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡിലെ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റിന് ചില പ്രത്യേകതകൾ ഉണ്ടാകും. നോക്കുക, ഇവിടെ നമ്മളൊരു ക്ലോസ് പാക്കിംഗ് പരിചയപ്പെടുകയാണ്. 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഇതാണ് ഏറ്റവും പ്രിമിറ്റീവായിട്ട് വരുന്നത്. 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ഇവിടെ പാർട്ടിക്കിൾസിനെയൊക്കെ ഒരു സ്ട്രൈറ്റ് ലൈനിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എല്ലാ പാർട്ടിക്കിൾസിനെയും സ്ട്രൈറ്റ് ലൈനിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഇവിടെ കോർഡിനേഷൻ നമ്പർ. എന്താണ് കോർഡിനേഷൻ നമ്പർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ദ നമ്പർ ഓഫ് ദ നിയറസ്റ്റ് നൈബേഴ്സ് ഓഫ് എ, ഒന്ന് ഇതാണ്, അതുപോലെ ഒന്ന് ഈ പാർട്ടിക്കിളുമാണ്. അപ്പോൾ 2 പാർട്ടിക്കിളുമായിട്ട് ഈ ഒരു പാർട്ടിക്കിൾ ടച്ചിൽ, കോണ്ടാക്റ്റിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാം ഇതിലുള്ള ഓരോ പാർട്ടിക്കിളുടെയും കോർഡിനേഷൻ നമ്പർ 2 ആണെന്ന് പറയാം. സോ കോർഡിനേഷൻ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ. ഇത് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ ഇത് കോർഡിനേഷൻ നമ്പർ 2 ആണ്. ഇനി 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് 2 രീതിയിലുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് എ റിപ്പീറ്റേഷൻ ഓഫ് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. 2 രീതിയിലാണെങ്കിലും ഇപ്പോൾ ഇത് ഒരു 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ് ഈ താഴെ കാണുന്നത്. അതിന് മുകളിൽ ഒന്നും കൂടി, അതിന് മുകളിൽ ഒന്നുകൂടെ, അതിന് മുകളിൽ ഒന്നുകൂടെ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് 2 ഡയമെൻഷൻ ആവുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഒരു ആദ്യം ലീനിയർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്, അതിന് മുകളിൽ മറ്റൊരൊന്ന്, അതിന് മുകളിൽ മറ്റൊന്ന്, അതിന് മുകളിൽ മറ്റൊന്ന്, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ 1 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിന്റെ റിപ്പീറ്റേഷൻ ആണ് 2 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഉള്ളത്. ഇനി 2 തരത്തിലുണ്ട് ഇത്.
ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഒന്നാമത്തതിനെ നമ്മൾ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഒന്നാമത്തെ ലീനിയർ അറേഞ്ച്മെന്റിനെ, വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ നമ്മൾ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അതേ എ തന്നെ നേർമുകളിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എ ടൈപ്പ് അറേഞ്ച്മെന്റ് എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ ഒക്കെ സെയിം ആണ്. ഒന്നാമത്തതിൻ്റെ ജസ്റ്റ് റിപ്പീറ്റേഷൻ ആണ്, രണ്ടാമത്തത് അതിൻ്റെ റിപ്പീറ്റേഷൻ ആണ്, മൂന്നാമത്തത് നാലാമത്തതൊക്കെ വരികയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്? നമുക്ക് ഇവിടെ ഓരോ പാർട്ടിക്കിളിനും, ഇപ്പോൾ ഈ ഒരു പാർട്ടിക്കിളിനെ ശ്രദ്ധിക്കുക. ഈ ഒരു പാർട്ടിക്കിൾ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 അതായത് അത് ഈ 4 പാർട്ടിക്കിളുമായി ടച്ചിൽ നിൽക്കുന്നുണ്ട്. ഈ 4 പാർട്ടിക്കിളുമായാണ് അത് തൊട്ടിരിക്കുന്നത്. അങ്ങനെ കോർഡിനേഷൻ നമ്പർ 4 ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 പറയാം. ഇനി ഈ തൊട്ടടുത്തുള്ള ഈ തൊട്ടിരിക്കുന്ന 4 പേരുടെയും സെന്ററുകൾ കൂട്ടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഈ ഓരോ പാർട്ടിക്കിളിനെയും തൊട്ടിരിക്കുന്ന മറ്റ് പാർട്ടിക്കിൾസിന്റെ സെന്ററുകൾ കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. അതേസമയം രണ്ടാമത്തെ അറേഞ്ച്മെന്റ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. എന്താണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്? ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് ആദ്യത്തതുമായിട്ട്, അതായത് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങുമായിട്ട് ചെറിയൊരു വ്യത്യാസം. ഒന്നാമത്തെ ലീനിയർ അറേഞ്ച്മെന്റ്, അതായത് വൺ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഇവിടെയും തുല്യമാണ്, ഒന്ന് തന്നെയാണ്, എ തന്നെയാണ്. പക്ഷേ തൊട്ട് മുകളിലുള്ള ലീനിയർ അറേഞ്ച്മെന്റ് വെച്ചപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ ഇതിന്റെ നേരെ മുകളിൽ അടുത്തത് വെച്ചപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഒന്ന് തെറ്റിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് ഈ 2 പാർട്ടിക്കിൾ വെച്ച് വരുമ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ കുഴി ഉണ്ടല്ലോ, ആ കുഴിയിലാണ് രണ്ടാമത്തെ ലെയറിന്റെ പാർട്ടിക്കിൾ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ് പറയുക. അപ്പോൾ രണ്ടാമത്തെ ലെയറും ഒന്നാമത്തെ ലെയറും തുല്യമല്ല, ഒരുപോലെയല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബി കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. ആദ്യത്തത് എ ആണെങ്കിൽ രണ്ടാമത്തത് ബി ആണ്. പക്ഷെ മൂന്നാമത്തത് വീണ്ടും എയുടെ അതേ പൊസിഷനിലാണ് അല്ലേ? എയും ഇതും എ തന്നെയാണ്, ഇത് ബി ആണെങ്കിൽ ഇതും ബി തന്നെയാണ്. സോ ഈ അറേഞ്ച്മെന്റിന് നമ്മൾ എ ബി ടൈപ്പ് റെപ്രസെന്റേഷൻ അറേഞ്ച്മെന്റ് എന്നാണ് പറയുക. എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്? ഇവിടെ ഒരു പാർട്ടിക്കിൾ ശ്രദ്ധിക്കുക. ഈ ഒരു പാർട്ടിക്കിളിനെ നോക്കുകയാണെങ്കിൽ ഇതുമായി ടച്ച് ചെയ്തിരിക്കുന്നത്, അതായത് കോർഡിനേഷൻ നമ്പർ വരേണ്ട ആളുകൾ 6 പേര് ഇതുമായി ടച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. സോ ഇത് അങ്ങനെ 6 പാർട്ടിക്കിൾസ് ഇതുമായി കോണ്ടാക്റ്റിലുണ്ട്. ഈ 6 പാർട്ടിക്കിൾസിന്റെയും സെന്ററുകൾ കൂട്ടി വരച്ചു കഴിഞ്ഞാലോ നമുക്കൊരു ഹെക്സഗൺ കിട്ടും. 6 വശങ്ങളുള്ള രൂപത്തിനാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഹെക്സഗൺ നമുക്ക് കിട്ടും. സോ അതുകൊണ്ടാണ് ഇതിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണോ അതോ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയിരിക്കുമോ എഫക്റ്റീവ് ആവുക? ഏതായിരിക്കും കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കുക? കുറച്ചുകൂടി നല്ല സ്ട്രക്ചർ, നല്ല ക്ലോസ് പാക്കിംഗ് ഏതാണ്? തീർച്ചയായിട്ടും ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആവുക, കൂടുതൽ എഫിഷ്യൻ്റ് ആവുക. കൂടുതൽ പാർട്ടിക്കിൾസിനെ നമുക്ക് വെക്കാൻ പറ്റുക ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുണ്ടാവുക. അതേസമയം സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ ഇടയിലുള്ള സ്ഥലങ്ങൾ കൂടുതൽ ഒഴിവുണ്ട് അല്ലേ? ഇത് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ഈ പാർട്ടിക്കിൾസിന് ഇടയിലുള്ള സ്ഥലങ്ങൾ, വോയിഡ്സ് എന്നാണ് അതിന് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്, ഈ വോയിഡ്സ് കുറവായിരിക്കും. ഇനി നമുക്ക് 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് നോക്കാം. ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. യഥാർത്ഥത്തിൽ 2 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് റെപ്പിറ്റേഷൻ ആണ് 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞത്. ഇതിൽ ഒന്നാമത് നമുക്ക് നോക്കാനുള്ളത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, SCPയിൽ നിന്നുണ്ടാകുന്ന 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണിത്.
നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ SCP, സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക, അതായത് ഓരോ ലെയറും അതിന് നേരെ മുകളിൽ തന്നെ എ ടൈപ്പ് പാറ്റേണിലാണ് ഇവിടെ അറേഞ്ച് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്, ക്യൂബിക് യൂണിറ്റ് സെല്ലായിരിക്കും നമുക്ക് ഇന്ന് കിട്ടുക. അതായത് ഇതേപോലെ 8 മൂലയിലും ഓരോ പാർട്ടിക്കിൾ വീതമുള്ള ഒരു അറേഞ്ച്മെന്റ്. ഇപ്പോൾ ഈ ഒരു ക്യൂബ് വരച്ചിരിക്കുന്നത് ഈ 4 പാർട്ടിക്കിൾ, അതുപോലെ രണ്ടാമത്തെ ലെയറിലുള്ള 4 പാർട്ടിക്കിൾ, ഇവയുടെ സെന്ററുകൾ കൂട്ടി വരച്ചപ്പോൾ കിട്ടിയതാണ് ഈ ക്യൂബ്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടുക ഒരു പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള അറേഞ്ച്മെന്റിലേക്ക് പോകാം. അവിടെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ചെയ്യുന്നത്. അത് 2-3 തരത്തിലുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. ഇവിടെ ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക. ചുവന്ന നിറത്തിലുള്ള ഈ വളയങ്ങൾ, ഇതാണ് ഏറ്റവും അടിയിലുള്ള ലെയർ. ഈ ലെയറുകൾ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ്. ആ ചുവന്ന നിറത്തിലുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അത് മാത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ 2 തരത്തിലുള്ള ഒഴിവുകൾ വരുന്നുണ്ട് ഇവയ്ക്കിടയിൽ. ഉണ്ടാവും. ചിലതിന് നമ്മൾ T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, ചിലതിനെ O എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കയ്യിൽ കുറച്ച് പന്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. നോക്കുക, ഇതില് ഈ ഫെയ്ഡ് ആയിട്ടുള്ള ഒരു നേർത്ത ചുവന്ന വളയങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ പിറകിലായിട്ട് കാണാം. ഇത് രണ്ടാമത്തെ ലെയറാണ്. ഈ രണ്ടാമത്തെ ലെയർ വെച്ചിരിക്കുന്നത് എവിടെയാണ്? ആക്ച്വലി ഒന്നാമത്തെ ലെയറിന്റെ 3 എണ്ണം കൂടുമ്പോഴുണ്ടാകുന്ന ഈ T എന്ന് എഴുതിയിരിക്കുന്ന കുഴികളിലാണ് രണ്ടാമത്തെ ലെയർ വെച്ചിരിക്കുന്നത്. ഈ T എന്ന ഈ ഒരു പൊസിഷനിലാണ് ഈ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നത്. ഇതെല്ലാം ബോളുകൾ പോലുള്ളതാണ്, കുറെ പന്തുകളാണിത്. അപ്പോൾ 3 പന്തുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ 3 പന്തുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഴിവുണ്ടാവും, ഒരു കുഴി ഉണ്ടാവും. ആ കുഴിയിലാണ് അടുത്ത പാർട്ടിക്കിളിനെ വെക്കുന്നത്. അതായത് രണ്ടാമത്തെ ലെയറിലുള്ള, തൊട്ട് മുകളിലുള്ള ലെയറിലുള്ള പാർട്ടിക്കിളിനെ വെക്കുന്നത് ഈ കുഴിയിലാണ്. അതോടുകൂടി ആ കുഴി അങ്ങ് അടഞ്ഞു പോകും. അങ്ങനെ ഉണ്ടാകുന്ന ആ കുഴി, ആ ഒഴിവിനെ, ഇടയ്ക്കുള്ള ആ ഒഴിവുണ്ടല്ലോ, ആ ഒഴിവിന് പറയുന്ന പേരാണ് ടെട്രഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ടെട്രഹെഡ്രൽ വോയിഡ്. അപ്പോൾ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ ആദ്യത്തെ ലെയറിന് മുകളിൽ രണ്ടാമത്തെ ലെയർ വെക്കുന്ന സമയത്ത് 2 തരത്തിലുള്ള വോയിഡുകൾ ഉണ്ടാകും. ചില വോയിഡുകൾ ഈ രണ്ടാമത്തെ ലെയർ വെക്കുന്നതോടെ അടഞ്ഞു പോകും. അതിന് ഉദാഹരണമാണ് ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഈ 3 എണ്ണവും ഉണ്ടാകുന്ന ഈ വോയിഡ്, ഈ വോയിഡിലേക്ക് ഈ പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാവും, അടുത്തങ്ങ് അടഞ്ഞുപോയി. അപ്പോഴുണ്ടാകുന്ന ആ ഇടയിലുള്ള ഒഴിവിനെയാണ് ടെട്രഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും, ഒരു ടെട്രഹെഡ്രൺ ആയിരിക്കും അതിന്റെ ഷേപ്പ് ഉണ്ടാവുക. അതേസമയം ഈ ഒരു പൊസിഷൻ, ഇവിടെ ആദ്യത്തെ ലെയറിന്റെ 3 എണ്ണം കൂടുന്ന ഭാഗമാണ് ഇത്. രണ്ടാമത്തെ ലെയറിന്റെയും 3 എണ്ണം അവിടെ തന്നെയാണ് കൂടുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രം നോക്കാം നമുക്ക്. ഈ ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ഫസ്റ്റ് ലെയർ. അതിന് മുകളിലായി മറ്റൊരു ലെയർ കൂടി വരുന്നു. അപ്പോഴും ഈ ഒരു പോർഷൻ ക്ലോസ്ഡ് അല്ല. കാരണം രണ്ടിൻ്റെയും, ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു 3 എണ്ണമാണ്, ഇത് ഈ ഒരു ആംഗിളിലാണുള്ളത്. അതായത് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ വരുന്നത് ഇങ്ങനെയാണ്, ആണ് വ്യത്യാസമുള്ളത്. ഇവ ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഇടയിലുള്ള ആ ഒഴിവ്, അതിനാണ് ഒക്ടഹെഡ്രൽ വോയിഡ് എന്ന് പറയുക. അതിൻ്റെ സ്ട്രക്ചർ ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ഇത് 8 ഭാഗങ്ങളുള്ള, 8 സൈഡുകളുള്ള ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒക്ടഹെഡ്രൻ എന്ന് പറയുന്നത്. സോ ഈ തരം വോയിഡിനെ ഒക്ടഹെഡ്രൽ വോയിഡ് എന്നാണ് പറയുക.
അപ്പോൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ റിപ്പീറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ 2 തരത്തിലുള്ള വോയിഡ്സ് ക്രിയേറ്റ് ചെയ്യും. ചിലത് ടെട്രഹെഡ്രൽ വോയിഡുകളാണ്, ചിലത് ഒക്ടഹെഡ്രൽ വോയിഡുകളാണ്. അപ്പോൾ 2 തരത്തിലുള്ള വോയിഡുകൾ ഉണ്ടാകുന്നുണ്ട്, ടെട്രഹെഡ്രൽ വോയിഡ്സും ഒക്ടഹെഡ്രൽ വോയിഡ്സും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. ലെറ്റ് ദ നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്ഫിയേഴ്സ് ഈസ് n. അതായത് ആകെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഒരു ലാറ്റിസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ ഉണ്ടാകുന്ന ഒക്ടഹെഡ്രൽ വോയിഡ്സ് അത്ര തന്നെ എണ്ണമായിരിക്കും. അതായത് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ n നമ്പർ ഓഫ് ഒക്ടഹെഡ്രൽ വോയിഡ്സ് ഉണ്ടായിരിക്കും. അതേസമയം അവിടെ ടെട്രഹെഡ്രൽ വോയിഡ് 2n നമ്പർ ആയിരിക്കും. അതായത് ഇരട്ടി എണ്ണം ടെട്രഹെഡ്രൽ വോയിഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൽ ഇഫ് ദർ ആർ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് there will be n octahedral voids and 2n tetrahedral voids. ഇനി 2 ലെയർ വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെയർ എവിടെ വരുന്നു എന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത്തെ ലെയർ നമുക്ക് 2 രൂപത്തിൽ വെക്കാം. അതിൽ ഒന്നാമത്തത് ടെട്രഹെഡ്രൽ വോയിഡുകളെ കവർ ചെയ്തുകൊണ്ട് വെക്കാം. വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ലെയർ, അതിനു മുകളിൽ രണ്ടാമത്തെ ലെയർ വന്നു. ഇനിയുള്ള ലെയർ എവിടെ വരുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് 2 രൂപത്തിലാണ് വെക്കാവുന്നത്. ഒന്ന് ടെട്രഹെഡ്രൽ വോയിഡുകളെ കവർ ചെയ്തുകൊണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് തേർഡ് ലെയർ ഫസ്റ്റ് ലെയറിന്റെ എക്സാക്ട് റിപ്പീറ്റേഷൻ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ലെയർ, അതിന്റെ ജസ്റ്റ് റിപ്പീറ്റേഷൻ ആണ് തേർഡ് ലെയർ. അതുപോലെ സെക്കൻഡ് ലെയറിന്റെ ജസ്റ്റ് റിപ്പീറ്റേഷൻ ആയിരിക്കും ഫോർത്ത് ലെയർ ഉണ്ടാവുക. അപ്പോൾ ഓരോ ആൾട്ടർനേറ്റീവ് ലെയേഴ്സും റിപ്പീറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് ഇത്തരം പാക്കിങ്ങിനെ നമ്മൾ എ ബി ടൈപ്പ് പാക്കിംഗ് എന്നാണ് പറയുക. എ ബി പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയിട്ടാണ് വരിക. HCP സ്ട്രക്ചറിലാണ് ഇത് വരിക. മെറ്റൽസ് സച്ച് ആസ് മഗ്നീഷ്യം, സിങ്ക് ഇവയൊക്കെ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രക്ചറിലാണ്. രണ്ടാമതൊരു തരം പാക്കിംഗ് നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ ഒക്ടഹെഡ്രൽ വോയിഡ്സ് ആണ് കവർ ചെയ്യുന്നത്. ഒക്ടഹെഡ്രൽ വോയിഡിന് മുകളിലാണ് അടുത്ത തേർഡ് ലെയർ വരുന്നത്. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും കഴിഞ്ഞ് തേർഡ് ലെയർ വരുന്നത് ഒക്ടഹെഡ്രൽ വോയിഡിന് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്നാമത്തെ ലെയർ, അതിന് മുകളിൽ സെക്കൻഡ് ലെയർ, ദെൻ തേർഡ് ലെയർ, അതും കഴിഞ്ഞ് നാലാമത്തെ ലെയർ ആണ് ഒന്നാമത്തെ ലെയറിന്റെ അതേ പാറ്റേണിൽ വരുന്നത്. അതായത് എ കഴിഞ്ഞു, ബി കഴിഞ്ഞു, സി കഴിഞ്ഞിട്ട് വീണ്ടും എ വരുന്നു. അപ്പൊ ഈ ഒരു പാറ്റേണിന് നമുക്ക് എ ബി സി പാറ്റേൺ എന്നാണ് അറിയപ്പെടുന്നത്. ക്യൂബിക് ക്ലോസ് പാക്ക് സ്ട്രക്ചർ, ഫേസ് സെന്റേർഡ് FCC സ്ട്രക്ചർ, CCP, FCC, ഇതൊക്കെ ഈ രീതിയിലാണ് പാക്കിംഗ് വരുന്നത്. അതായത് തേർഡ് ലെയർ ഒക്ടഹെഡ്രൽ വോയിഡിന് മുകളിലാണ് പ്ലേസ് ചെയ്യുന്നത്. കോപ്പർ, സിൽവർ പോലെയുള്ള സോളിഡ്സ് ഒക്കെ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രക്ചറിലാണ്. ഈ 2 തരത്തിലുള്ള പാക്കിങ്ങും ഹൈലി എഫിഷ്യൻ്റ് ആണ്. അബൌട്ട് 74% ഓഫ് ദ സ്പേസ്, ഒരു ക്രിസ്റ്റലിലുള്ള 74% ഭാഗവും ഈ 2 രീതിയിലാണെങ്കിലും, ഒക്ടഹെഡ്രലിന് മുകളിലാണെങ്കിലും ടെട്രഹെഡ്രലിന് വോയിഡ്സിന് മുകളിലാണെങ്കിലും 74% സ്പേസും ഈ 2 രീതിയിലും കവർ ചെയ്യപ്പെടുന്നുണ്ട്. അവയുടെ കോർഡിനേഷൻ നമ്പർ 12 ആയിരിക്കും. ഓരോ പാർട്ടിക്കിളും മറ്റ് 12 പാർട്ടിക്കിളുമായി ടച്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു പോയിന്റ് ആണ്, ഒരു കോമ്പൗണ്ടിന്റെ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ ഇതിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരുന്നാൽ മതി എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ക്രിസ്റ്റലിലുള്ള
ഒക്ടഹെഡ്രൽ വോയിഡിന്റെ എണ്ണവും ടെട്രഹെഡ്രൽ വോയിഡിന്റെ എണ്ണവും ആ ക്രിസ്റ്റലിലുള്ള പാർട്ടിക്കിളിന്റെ എണ്ണവും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. ഇഫ് ദർ ആർ n number of particles, the octahedral voids will be n and tetrahedral voids will be 2n. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഒരു അയോണിക് സോളിഡ് ആണെങ്കിൽ, അതായത് അതിലുള്ള സോളിഡിലെ പാർട്ടിക്കിൾസ് ഒക്കെ അയോൺസ് ആണെങ്കിൽ, പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് ഉള്ള, അത് ആനയോണോ കാറ്റയോണോ ആണെങ്കിൽ, അതിലുള്ള വലിയ പാർട്ടിക്കിൾസ്, സാധാരണ ആനയോൺസ് ആണ് വലിയ പാർട്ടിക്കിൾ ആയിട്ടുണ്ടാവുക. കാരണം നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട്, ഇലക്ട്രോണുകൾ അധികമായതുകൊണ്ട് അവയാണ് കൂടുതൽ വലുപ്പം ഉണ്ടാവുക. ഇവയായിരിക്കും സാധാരണ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അതായത് ലാറ്റിസ് പോയിന്റുകളിൽ ഓക്യുപ്പൈ ചെയ്യുന്നത് ഈ ആനയോണുകളായിരിക്കും. അതേസമയം താരതമ്യേന ചെറിയ കാറ്റയോൺസ് ഇവ വോയിഡിലാണ്, ഇടയിലുള്ള സ്ഥലങ്ങളിലാണ് പോയിരിക്കുക. ഇനി ഈ കാറ്റയോൺ പൊതുവെ ചെറുതാണ് ഉണ്ടാവുക, ആനയോണിനേക്കാൾ ചെറുതായിരിക്കും കാറ്റയോൺ ഉണ്ടാവുക. ഈ കാറ്റയോണിന്റെ വലുപ്പം ടെട്രഹെഡ്രൽ വോയിഡിൽ കൊള്ളാൻ മാത്രം ചെറുതാണെങ്കിൽ, അത്രയും ചെറുതാണെങ്കിൽ ഇവ ടെട്രഹെഡ്രൽ വോയിഡിലായിരിക്കും പോയിരിക്കുക. അതേസമയം കുറച്ചുകൂടി വലുപ്പമുള്ളതാണ് ഈ കാറ്റയോണുകളെങ്കിൽ അവയ്ക്ക് ടെട്രഹെഡ്രൽ വോയിഡിൽ പോയിരിക്കാൻ പറ്റില്ല, അവിടെ കൊള്ളില്ല. അപ്പൊ അതുകൊണ്ട് അവ എന്ത് ചെയ്യും, ഒക്ടഹെഡ്രൽ വോയിഡിനെ ഓക്യുപ്പൈ ചെയ്യും. പക്ഷെ അപ്പോഴൊക്കെ ഒരു കണ്ടീഷൻ ഓർക്കേണ്ടത്, എല്ലാ ഒക്ടഹെഡ്രൽ വോയിഡിലും ടെട്രഹെഡ്രൽ വോയിഡിലും കാറ്റയോൺ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ചില കോമ്പൗണ്ട്സിലൊക്കെ എല്ലാത്തിലും ഉണ്ടാകും, എന്നാൽ ചില കോമ്പൗണ്ട്സിൽ, ചില ഫ്രാക്ഷൻ ഓഫ് ഒക്ടഹെഡ്രൽ ആൻഡ് ടെട്രഹെഡ്രൽ വോയിഡ്സിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കാറ്റയോൺസ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് ഒരു കോമ്പൗണ്ടിന്റെ ഫോർമുലയെ തീരുമാനിക്കുന്നത്. നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. 2 എക്സാമ്പിൾസ് ആണ്, അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും, കുറച്ചുകൂടി ക്ലിയർ ആവും ഇത്. ഓക്കെ, ഒന്നാമത്തെ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ 2 elements എക്സ് ആൻഡ് വൈ. 2 എലമെന്റ്സ് ആണ്, ഒന്ന് എക്സ് മറ്റൊന്ന് വൈ. ഈ ക്രിസ്റ്റൽ ഉണ്ടായിരിക്കുന്നത് ആറ്റംസ് ഓഫ് ദ എലമെന്റ് വൈ, ആനയോൺ ആണ് വൈ. ഇറ്റ് മേക്ക് CCP സ്ട്രക്ചർ. ആനയോൺ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ആനയോൺ ആണ് സൈസ് കൂടുതൽ ഉണ്ടാവുക, അവയാണ് ക്രിസ്റ്റൽ ഫോം ചെയ്യുക. അപ്പം ആ സ്ട്രക്ചർ അവയുടെ ആയിരിക്കും. അവ ഉണ്ടാക്കുന്ന ഒഴിവുകളിലായിരിക്കും ആര് വരിക, കാറ്റയോൺസ് വരിക. കാറ്റയോൺസ് ആണ് എക്സ്. അപ്പോൾ വൈയുടെ പാർട്ടിക്കിൾസ് CCP സ്ട്രക്ചർ ഉണ്ടാക്കുന്നു, ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. അതേസമയം എലമെന്റ് എക്സ്, അവ കാറ്റയോണുകളാണ്. എല്ലാ ഒക്ടഹെഡ്രൽ വോയിഡിലും അവ പോയിരിക്കുന്നു. ഓൾ ദ ഒക്ടഹെഡ്രൽ വോയിഡ്സ്, പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ഒക്ടഹെഡ്രൽ വോയിഡിലും ആരുണ്ട്, എക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ ഫോർമുല എന്തായിരിക്കും എന്നാണ് ചോദ്യം. നോക്കുക, അവിടെ എലമെന്റ് വൈ ആണ് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത്. CCP ലാറ്റിസ് ഫോം ചെയ്യുന്നത് എലമെന്റ് വൈ ആണ്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു റിലേഷൻ ശ്രദ്ധിക്കുക, അതായത് പാർട്ടിക്കിൾസിന്റെ എണ്ണവും ഒക്ടഹെഡ്രൽ വോയിഡുകളുടെ എണ്ണവും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതൊന്ന് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ആർ n number of octahedral voids, if there are n number of particles in the lattice, there will be n number of octahedral void. ഇവിടെ എക്സ് എന്ന കാറ്റയോൺ എല്ലാ ഒക്ടഹെഡ്രൽ വോയിഡും ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, എല്ലാ ഒക്ടഹെഡ്രൽ വോയിഡും ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര എക്സ് ഉണ്ടോ, എത്ര വൈ ഉണ്ടോ അത്ര തന്നെ എക്സ് ഉണ്ട് എന്നാണ്. ദാറ്റ് ഈസ് എക്സും വൈയും ആ കോമ്പൗണ്ടിലുള്ളത് 1:1 റേഷ്യോയിലാണ്. Therefore the formula of the compound will be XY. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അവിടെ 2 തരം എലമെന്റ്സ് ആണ്, ഒന്ന് എ ഒന്ന് ബി. ഈ എലമെന്റ് എ ആണ് HCP ലാറ്റിസ് ഫോം ചെയ്യുന്നത്. ഏത് തരം ലാറ്റിസ് ആയിക്കോട്ടെ നമുക്ക് വിഷയമല്ല, ഏത് ലാറ്റിസ് ആണെങ്കിലും അത് എലമെന്റ് ബി ആണ് ഫോം ചെയ്യുന്നത്. ഇനി എ എവിടെയുള്ളത്, ആകെയുള്ള ടെട്രഹെഡ്രൽ വോയിഡ്സിന്റെ 2/3, 2/3 ഭാഗവും എലമെന്റ് എ ഓക്യുപ്പൈ ചെയ്യുന്നു.
ശ്രദ്ധിക്കണം, ഇവിടെ മുഴുവൻ പാർട്ടിക്കിളും ഇല്ല, 2/3 ഓഫ് ടെട്രഹെഡ്രൽ വോയിഡ്സ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ബി എന്നത് HCP ലാറ്റിസ് ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ബീസ്, ബി എന്ന പാർട്ടിക്കിൾ n നമ്പർ ഉണ്ടെങ്കിൽ അവിടെ എത്ര ടെട്രഹെഡ്രൽ വോയിഡ് ഉണ്ടാകും? 2n ഉണ്ടാവും, ഇരട്ടി ഉണ്ടാവും അല്ലേ? പക്ഷേ ഈ ഇരട്ടിയുള്ള 2n ടെട്രഹെഡ്രൽ വോയിഡ്സിൽ മുഴുവൻ എ വന്നിരിക്കുന്നുണ്ടോ? ഇല്ല. ആകെയുള്ള ടെട്രഹെഡ്രൽ വോയിഡുകളുടെ 2/3 മാത്രമേ ഉള്ളൂ എന്ത് എ ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ എന്തായിരിക്കും ഉണ്ടാവുക? റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ആറ്റംസ് എ ആൻഡ് ബി ഈസ് 2 × 2/3 ഈസ് ടു 1. അതായത് ഒരു ബി ഉണ്ടെങ്കിൽ അവിടെ 2 എ ഉണ്ടാവണം. പക്ഷേ എല്ലാ ടെട്രഹെഡ്രൽ വോയിഡിലും എ ഇല്ല, 2/3 പോർഷനിൽ മാത്രമേ ഉള്ളൂ. സോ 2 × 2/3 ഈസ് ടു 1 ഓർ 4:3. അതായത് എ 4 എണ്ണം ഉണ്ടെങ്കിൽ ബി 3 എണ്ണം ഉണ്ടായിരിക്കും. So the formula will be A4B3. ഇതായിരിക്കും ആ കോമ്പൗണ്ടിന്റെ ഫോർമുല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ വീഡിയോ കാണുന്ന സമയത്ത് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ഭാഗങ്ങളും എഴുതിയെടുക്കുക. അത് എനിക്ക് പേഴ്സണലായി മെസ്സേജ് ചെയ്യുക. താങ്ക് യു.